ഏവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ ദേവായ. ഓം നമോ നാരായണായ നമ. ശ്രീമദ് നാരായണീയ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 20-ാം ദശകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 20-ാം ദശകം ഋഷഭയോഗീശ്വര ചരിതമാണ്. ഋഷഭയോഗീശ്വര ചരിതത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, പാരായണം ചെയ്യുന്നത്. ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മനനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുത്തി വാതാലയവാസ വിഷ്ണു. നമ്മൾ ഇന്ന് 20-ാമത്തെ ദശകത്തിലേക്കാണ് കടക്കുന്നത്. അതിനു മുമ്പായിട്ട് സാധാരണ നേരത്തെ ചെയ്യുന്നത് പോലെ 19-ാമത്തെ ദശകം മുഴുവനായിട്ട് ഒന്ന് വായിക്കാം. പതുക്കെ വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. പ്രതുധർമ്മ കർമ്മ പ്രാചീന ബർഹി യുവതൗ ശതശ്രുതൗ പ്രചേതസഃ നാമ സുചേതസസുതാൻ അജീജനത്വത് കരുണ അങ്കുരാദിവ പിതുഃ ശുശ്രൂഷ നിരതസ്യ ശാസനാത് ഭവത്തപസ്യ അവിരത ദശാപിതേ പയോനിധിം പശ്ചിമം ഏത്യ തത്തടേ സരോവരം ചന്ദദൃശ്യ മനോഹരം തദാ ഭവത്തീർത്ഥം ഇദം സമാഗതഃ ഭവേത് സേവക ദർശന ആദൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശത് ഭക്തതമത്തവസ്തവം സ്തവം ജപന്തം തമമീ ജല അന്തരേ ഭവന്തമസേ വിശേഷത അയുധം സമാ സവം ജപന്തമമീ ജലന്തരേ ഭവന്തമസേ വിശദ ആയുധം സമാഹ ഭവത്സുഖ ആസ്വാദ രസാത് ആമിഷുയാന് ബഭൂവ കാല ധ്രുവവത്ന ശീഘ്രതാം സ്തവം ജപന്ത തമമീ ജലാന്തരേ ഭവന്തമസേ വിശദ ആയുധം സമാഹ ഭവത്സുഖ ആസ്വാദ രസാത് അമീഷുയാൻ ബഭൂവ കാല ധ്രുവവത്ന ശീഘ്രതാം തപോഭി യേഷാം അതിമാത്രവർത്തിഭിഃ സയജ്ഞഹിംസ നിരതാപി പാവിതഃ പിതാപി തേഷാം ഗ്രഹയാത നാരദ പ്രദർശിതാത്മാ ഭവദാത്മദാം യയോ കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാഗാ പദകേന്ദ്രവാഹനഃ വിരാജി ചക്രാദിബലായുധാംശുഭിർ ഭൂജാതിരഷ്ടാഭി ഉദഞ്ചിതത്യുതേ പ്രചേതസാം താവത് അയാചതാം അപി ത്വമേവ കാരുണ്യബലാത് ഭവാ അഭാഃ ഭവദ്വിചിന്താ അഭിശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിച്ഛ കാമദാഃ അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുത അസ്തു ദക്ഷ നനുദക്ഷണാച മാം പ്രയാസ്വത ഇതി നഗത വൃതായവതാൻ തദച്ഛതേ ഭൂതലരോദിനത്തരൂൻ കൃതാദഹന്ത ദൃഹിണേന വാരിതാഃ ദ്രുമൈ ച ദത്താം തനയാം അവാപ്യതാം തത്മുക്തകാലം സുഖിന അവിരേമിരേം അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസത് നാരദ ലുബ്ധയാദിയാ അവാപു ആനന്ദപദം തദാവിതഃ ത്വമീശ വാതാലയനാഥ പാഹി മാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. Today we are going to read sloka 1 to 5 from the Dashakam, 20th Dashakam, sloka 1 to 5 we will be reading today. That is what we are going to read today is something special. അതായത് നമ്മൾ വായിക്കുന്നത് കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളത്. കാരണം ഇന്ന് നമ്മൾ തുടങ്ങുന്നത് പ്രിയവ്രതന്റെ കഥയാണ്. പ്രിയവ്രതൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും മറന്നുപോയിട്ടുണ്ടാവും. പ്രിയവ്രതൻ വന്നിട്ട് സ്വയംഭുവ മനുവിന്റെ പുത്രനാണ്.
സ്വയംഭൂ മനുവിന് ഒരു പുത്രനും 3 പുത്രികളും ഉണ്ടായിരുന്നു. ഒരു പുത്രന്റെ പേരാണ് പ്രിയവ്രതൻ. ഈ പ്രിയവ്രതൻ അതായത് സ്വയം ആരും സൃഷ്ടിക്കാൻ പോകുന്നില്ല, ആരും സൃഷ്ടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് സ്വയമേ ഒരു ആണായിട്ട് പെണ്ണായിട്ട് മാറി. എന്നിട്ട് ആ സ്വയംഭൂ മനുവാണ്, ആ സ്വയംഭൂ മനുവിന്റെ പുത്രനാണ്. സ്വയംഭൂ മനുവും ഭാര്യയായിട്ട് മാറി, ആണും പെണ്ണുമായിട്ട് മാറി. ആ ആളാണ് സ്വയംഭൂ മനു. ആ സ്വയംഭൂ മനുവിന്റെ പുത്രനാണ് പ്രിയവ്രതൻ. പ്രിയവ്രതന്റെ അതായത് നമ്മുടെ ഈ ഭൂലോകത്തുള്ള ജനങ്ങളുടെയൊക്കെ ആദ്യ പുരുഷൻ സ്വയംഭൂ മനുവിന്റെ മകൻ. അങ്ങനെയാണ് നമ്മുടെ ഈ ക്ലാന് തുടങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പ്രിയവ്രതൻ വഴിയാണ് നമ്മുടെ ഭൂലോകത്തിന്റെ മനുഷ്യന്റെ ക്ലാൻ തുടങ്ങുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇന്ന് പ്രിയവ്രതന്റെ കഥയാണ് വായിക്കാൻ പോകുന്നത്. ഋഷഭചരിത്രം, പ്രിയവ്രത ഋഷഭചരിത്രം. അതാണ് പ്രിയവ്രതന്റെ ഋഷഭചരിത്രമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അത് പ്രിയവ്രതന്റെ കഥയിൽ കൂടിയാണ് തുടങ്ങാൻ പോകുന്നത്. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് അഗ്രീതരാജ ഉദിതാഹിനാഭീം ത്വം ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടിമധ്യേ തവൈവ ദൃഷ്ടൈ കൃതയജ്ഞകർമാം. അതായത് പ്രിയവ്രതന്റെ കഥയിലാണ് നമ്മൾ തുടങ്ങുന്നത്. സ്വയംഭൂ മനുവിന്റെ മകനാണ് പ്രിയവ്രതൻ. ഈ അടുത്ത പ്രിയവ്രതന്റെ മകന്റെ പേര് ഇങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ കേൾക്കാം. ഇപ്പോ പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂത അഗ്നീന്ദ്രരാജ ദുരിതോഹിനാഭിഹി ത്വാം ദൃഷ്ടവാനിഷ്ടവിദിഷ്ടിവിദ്ധി തവൈവ തുഷ്ടൈ കൃതയജ്ഞകർമ്മ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാൻ അഗ്നീന്ദ്രരാജ ഉദിതാഹിനാഭിഹി ത്വം ദൃഷ്ടവാനിഷ്ടദം ഇഷ്ടിമധ്യേ തയേവ ദൃഷ്ടൈ കൃതയജ്ഞകർമ്മ. പ്രിയവ്രതന്റെ ഇഷ്ടപുത്രനായ അഗ്നീന്ദ്ര എന്ന മഹാരാജാവിൽ നിന്ന് ഉത്ഭവിച്ചവനായ നാഭി അങ്ങയുടെ പ്രസാദത്തിന് വേണ്ടി തന്നെ ചെയ്യപ്പെട്ട യാഗകർമ്മത്തോടു കൂടിയവനായിട്ട് യജ്ഞമധ്യത്തിൽ അഭീഷ്ടത്തെ നൽകുന്നവനായ നിൻതിരുവടിയെ ദർശിച്ചു. അതായത് പ്രിയവ്രതന്റെ സ്വയംഭൂ മനുവിന്റെ മകനായ പ്രിയവ്രതന്റെ ഇഷ്ടപുത്രനായ അഗ്നീന്ദ്രൻ എല്ലാ മഹാരാജാവിൽ നിന്നും ഉത്ഭവിച്ചവനായ നാഭി അങ്ങയുടെ പ്രസാദത്തിന് വേണ്ടി ചെയ്യപ്പെട്ട യാഗകർമ്മത്തോടു കൂടിയവനായിട്ട് യജ്ഞമധ്യത്തിൽ അഭീഷ്ടത്തെ നൽകുന്നവനായ നിൻതിരുവടിയെ ദർശിച്ചു. അതായത് പ്രിയവ്രതന്റെ പുത്രനായ അഗ്നീന്ദ്രന്റെ പുത്രനായ നാഭി നടത്തിയ യജ്ഞത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ നേരിട്ട് നാഭി കണ്ടു എന്നാണ് ഇതിൽ നിന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്. അഭിഷ്ടുതത്ര മുനീശ്വരൈഃ ത്വം രാജസ്വതുല്യം സുതമർഥ്യമാനഃ സ്വയം ജനിഷ്യേഹം ഇതി ബ്രുവാണഃ തിരോദദാ ബർഹിഷി വിശ്വമൂർത്തേ. അഭീഷ്ടുതസ്തത്ര മുനീശ്വരൈസ്തം രാജസ്വതുല്യം സുതമർഥ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണഃ തിരോദദാ ബർഹിഷി വിശ്വമൂർത്തേ. അഭീഷ്ടുതസ്തത്ര മുനീശ്വരൈസ്തം രാജസ്വതുല്യം സുതമർഥ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണഃ തിരോദദാ ബർഹിഷി വിശ്വമൂർത്തേ. അഭിഷ്ടുതഃ തത് മുനീശ്വരൈ ത്വം രാജ്ഞസ്സതുല്യം സുതം അർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേഹം ഇതി ബ്രുവാണഃ തിരോദദാ ബർഹിഷി വിശ്വമൂർത്തേ. വിശ്വരൂപൻ, അതായത് കഥ പറയുകയാണല്ലോ. എന്തായാലും തമ്മിൽ വർത്തമാനം പറയുന്നത് ഗുരുവായൂരപ്പനും നാരായണ ഭട്ടതിരിപ്പാട് തമ്മിലാണ്. അതുകൊണ്ടാണ് നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത് വിശ്വരൂപൻ നിൻതിരുവടി. അവിടെ മുനിശ്രേഷ്ഠന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് ആ മഹാരാജാവിന് അങ്ങയ്ക്ക് സദൃശനായ പുത്രനെ പ്രാർത്ഥിക്കപ്പെട്ടവനായി ഞാൻ തന്നെ നിന്റെ പുത്രനായി ജനിക്കാമെന്ന് അരുളി ചെയ്തുകൊണ്ട് യാഗാഗിരിയിൽ മറഞ്ഞു. അതായത് സ്വയംഭൂ മനുവിന്റെ പുത്രനായ പ്രിയവ്രതന്റെ പുത്രനായ അഗ്നീന്ദ്രന്റെ പുത്രനിൽ ജനിച്ച നാഭി ഒരു യജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ തന്നെ നിന്റെ മകനായിട്ട് അവതരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നാഭിയോട് അരുളി ചെയ്തു. അതാണ് ഈ പറയുന്നത്. ഹേ വിശ്വരൂപൻ നിൻ തിരുവടി. അവിടെ മുനിശ്രേഷ്ഠന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് നാഭി എന്ന മഹാരാജാവിൽ നിന്ന് അങ്ങയ്ക്ക് സദൃശനായ പുത്രനെ പ്രാർത്ഥിക്കപ്പെട്ടവനായി ഞാൻ തന്നെ പുത്രനായി ജനിക്കാം എന്ന് അരുളി ചെയ്തുകൊണ്ട് ആ യാഗാഗിരിയിൽ മറഞ്ഞു. 3-ാമത്തെ ശ്ലോകം.
നാഭിപ്രിയായ മതമേരുദേവ്യാം ത്വമംശത അബുഃ ഋഷഭ അഭിധാനഃ അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷ ജലപ്രമോദഃ നാഭിപ്രിയായ അധമേരുദേവ്യാം ത്വമംശത അബുഃ ഋഷഭ അഭിധാനഃ അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷ ജലപ്രമോദഃ നാഭിപ്രിയായാം അധമേരു ദേവ്യാം ത്വം അംശതഃ അബുഃ ഋഷഭ അഭിധാനഃ അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷ ജനപ്രമോദഃ അലാഭിപ്രിയായാം അധമേരുദേവ്യാം ത്വമംശത അബുഃ ഋഷ അഭിധാനഃ അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷ ജനപ്രമോദഃ. അനന്തരം നാഭിരാജാവിന്റെ പത്നിയായ മേരുദേവിയിൽ സാധാരണമല്ലാത്ത ഗുണവിശേഷം കൊണ്ടും മഹാ അതിശയം കൊണ്ടും ജനങ്ങൾക്കെല്ലാം പരമാനന്ദം നൽകിക്കൊണ്ടും നിൻ-തിരുവടി ഋഷഭൻ എന്ന പേരോട് കൂടിയ സ്വാംശഭൂതനായി അവതരിച്ചു. ഋഷഭാവതാരമാണല്ലോ ഇത് പറയുന്നത്. അപ്പൊ പ്രിയവ്രതന്റെ മകനായ അഗ്നീന്ദ്രന്റെ മകനായ നാഭി യജ്ഞം നടത്തി അതിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ തന്നെ നിന്റെ മകനായി ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അനന്തരം നാഭിരാജാവിന്റെ പുത്രിയായ മേരുദേവി ലോകസാധാരണമല്ലാത്ത ഗുണവിശേഷം കൊണ്ടും മഹിമാതിശയം കൊണ്ടും ജനങ്ങൾക്കെല്ലാം പരമാനന്ദം നൽകിക്കൊണ്ട് നിൻ-തിരുവടി ഋഷഭൻ എന്ന പേരുടെയോടി സ്വാംശഭൂതനായി അവതരിച്ചു. നാലാമത്തെ ശ്ലോകം. ത്വയത്രലോകീ ഭൂതിരാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യ തപോവനം പ്രാപ്യ ഭവദ്നിഷേവി ഗതകിലാനന്ദപദം പദം തേ. ത്വയത്രലോകീ ഭൂതിരാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യ തപോവനം പ്രാപ്യ ഭവദ്നിഷേവി ഗതകിലാനന്ദപദം പദം തേ. ത്വയത്രലോകീ ഭൂതിരാജ്യഭാരം നിധായ നാഭിഃ സഹ ഭരിക്കുന്ന നിൻ-തിരുവടിയിൽ രാജ്യഭാരത്തെ സമർപ്പിച്ചിട്ട് പത്നിയായ മേരുദേവിയോടുകൂടി തപോവനത്തിൽ ചെന്ന് നിൻ-തിരുവടിയെ സേവിച്ചുകൊണ്ട് പരമാനന്ദത്തിന് ആസ്പദമായ അങ്ങയുടെ പരമപദത്തെ പ്രാപിച്ചുപോൽ. അതായത് നാഭി മേരുദേവിയും നീ അവർക്ക് പുത്രനായി ജനിച്ച ശേഷം ഋഷഭദേവൻ എന്ന പുത്രനായി ജനിച്ച ശേഷം അവർ രണ്ടുപേരും വനത്തിലേക്ക് പോവുകയും തപസ്സിരിക്കുകയും വളരെ സുദീർഘമായ തപസ്സിരുന്നിട്ട് അവസാനം നിൻ-തിരുവടിയെ തന്നെ പ്രാപിക്കുകയും ചെയ്തു എന്നാണ്, മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നാഭി മഹാരാജാവും മോക്ഷം ലഭിച്ചു. ആ നാഭി മഹാരാജാവിന്റെ പുത്രനാണ് ഋഷഭദേവൻ. ഋഷഭദേവൻ ഒരു അവതാരമാണ്. അഞ്ചാമത്തെ ശ്ലോകം. ഇന്ദ്രസ്തുതകൃതാദമർഷ ഗവർഷനാസ്മിന്ന ജലാഭിവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വ്യരദാ സ്വവർഷം. ഇന്ദ്രസ്തുതകൃതാദമർഷ ഗവർഷനാസ്മിന്ന ജലാഭിവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന ദദാ സ്വവർഷം. ഇന്ദ്രത്വതുത്കർഷകൃതാതമർഷാത് യവർഷനസ്മിൻ അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വ്യദദാ സ്വവർഷം. ഇന്ദ്രസ്തുതകർഷകൃതാതമർഷ വവർഷനസ്മിൻ അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വ്യദദാ സ്വവർഷം. ദേവേന്ദ്രൻ അങ്ങയുടെ ഉത്കർഷത്തിലുണ്ടായ അസൂയ കൊണ്ട് അജനാഭം എന്ന ഈ ഭൂഖണ്ഡത്തിൽ വർഷിക്കാതിരുന്ന സമയം നിൻ-തിരുവടി സ്വന്തം യോഗം ബലം കൊണ്ട് അങ്ങയുടെ ഈ രാജ്യത്തെ നല്ല മഴയുള്ളതാക്കി തീർത്തു. ദേവേന്ദ്രൻ അങ്ങയുടെ ഉത്കർഷത്തിലുണ്ടായ അസൂയ കൊണ്ട്, ദേവേന്ദ്രൻ എപ്പോഴും അസൂയാണല്ലോ, ഏത് കഥ കുറെ വായിക്കുമ്പോൾ ദേവേന്ദ്രൻ അസൂയ വരും. എങ്ങനെയെങ്കിലും അയാളുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ ഓടിച്ചെന്ന് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുകയും ചെയ്യും. ഇപ്പൊ മഹാവിഷ്ണുവിന് എതിരായിട്ടും പ്രവർത്തിക്കും ചില സമയങ്ങളിൽ ദേവേന്ദ്രൻ. ഇതാണ് ഇപ്പൊ ഈ പറയുന്നത്. ദേവേന്ദ്രൻ അങ്ങയുടെ ഉത്കർഷത്തിലുണ്ടായ അസൂയ കൊണ്ട് അജനാഭം എന്ന ഭൂഖണ്ഡത്തിൽ, അപ്പോൾ കുറെ കാലം ഭൂഖണ്ഡത്തിൽ മഴ വർഷിക്കാതിരുന്നു. അസൂയ കൊണ്ട് അസൂയ കൊണ്ട് ഭൂവർഷത്തിൽ മഴയെ പെയ്തില്ല.
അപ്പൊ ദേവേന്ദ്രൻ അങ്ങയുടെ ഉത്കർഷത്തിലുണ്ടായ അസൂയ കൊണ്ട് അജനാഭം എന്ന ഈ ഭൂഖണ്ഡത്തിൽ വസിക്കാതിരുന്ന സമയം നിൻ തിരുവടി സ്വന്തം യോഗബലം കൊണ്ട് അങ്ങയുടെ ഈ രാജ്യത്തെ നല്ല മഴയുള്ളതാക്കി തീർത്തു. ഇന്ദ്രസ്തുതൃത്കർഷ കൃതദാതവർഷ ദവർഷനാസ്മിന്ന ജനാഭിവർഷേ യഥാ തഥാ നിജയോഗശക്തിയ സ്വവർഷമേന സുവർഷം. ദേവേന്ദ്രൻ അങ്ങയുടെ ഉത്കർഷത്തിലുണ്ടായ അസൂയ കൊണ്ട് അജനാഭം എന്ന ഭൂഖണ്ഡത്തിൽ വർഷിക്കാതിരുന്ന സമയം നിൻ തിരുവടി സ്വന്തം യോഗബലം കൊണ്ട് അങ്ങയുടെ രാജ്യത്തെ നല്ല മഴയുള്ളതാക്കി തീർത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ 20-ാം ദശകം ഋഷഭയോഗീശ്വര ചരിതമാണ് അവതരിപ്പിച്ചത്. ആദ്യത്തെ 5 ശ്ലോകങ്ങൾ. വരും ദിവസങ്ങളിൽ ഋഷഭയോഗീശ്വര ചരിതത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ വരാൻ പോകുന്നത്. അപ്പോൾ 20 ദശകങ്ങളിലേക്ക് ആയിരിക്കുകയാണ്. പാരായണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വരും ദിവസങ്ങളിൽ ആചാര്യൻ അധ്യാപകൻ ഡോക്ടർ NS അയ്യർ അവർ ആ സംശയങ്ങൾക്കുള്ള മറുപടിയും നൽകുന്നതായിരിക്കും. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത പാരായണം നടത്തിയ ക്ലാസ് നടത്തിയ പ്രിയപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ശ്രവിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.